ഖബർ നിങ്ങളോട് പറയുകയാ, ഖബറെന്ന് പറയുന്നത് അത് ഏകാന്തതയുടെ വീടാ, അതിരുട്ടിന്റെ വീടാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, നിങ്ങൾ ആ ഖബറിൽ പോകുമ്പോ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോകണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിൽ പോകുമ്പോ ഒരു കൂട്ടുകാരനെ ഉണ്ടല്ലോ നിങ്ങൾ കൂടെ കൊണ്ടുപോകണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലേക്ക് നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ കൂട്ടുകാരനെ കൊണ്ടുപോകണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരനില്ലാത്ത ഒരാളും നമുക്കുണ്ടാവൂല, കൂട്ടുകാരികളില്ലാത്തവരാരും നമുക്ക് ഒരാൾക്കുണ്ടാകൂല. ഞാൻ നിങ്ങളോട് പറയാ, കൂട്ടുകാരില്ലാത്ത ഒരാളെങ്കിൽ ഈ ദുനിയാവിന്റെ തുരിപ്പുറത്തുണ്ടാവും, ഉണ്ടാവൂല. ഒരാൾക്ക് അള്ളാഹു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹു ഒരാൾക്ക് ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഖൈർ ഏതാ? യുരിദില്ലാഹു ബിഹി ഖൈറാ റസഖഹു ഖലീലൻ സ്വാലിഹാ. കൂട്ടുകാരൻ ആസാദ് നഗറിന്റെ പരിസരത്തുള്ള സ്കൂളുകളിൽ വായിനോട്ടം നോക്കാൻ വേണ്ടി കൂടെ വരുന്നവരല്ല യഥാർത്ഥ കൂട്ടുകാരെന്ന് പറയുന്നത്. ആദരവാകുന്ന പ്രവാചകൻ പറയാ, നന്മകളിൽ കൂടെ നിൽക്കുന്നവനാരാ? അവരാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയാ, ഖബറിൽ പോകുമ്പോ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോകണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് കൂട്ടുകാരൻ ഉണ്ടാവും, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഖബറിൽ വെച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ഖബറിൽ വരുമോ? വരൂല. വരുമോ? നമ്മളെ കൊണ്ട് ഖബറിൽ വെക്കുമ്പോ നമ്മുടെ ഭാര്യമാര് കഴിയും, നമ്മുടെ ഭർത്താക്കന്മാര് കരയും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഭാര്യമാര് കഴിയുമ്പോ അല്ലെ നമ്മൾ ഭർത്താക്കന്മാര് കരയുമ്പോ ഭാര്യമാര് വീട്ടിൽ കിടന്ന് അലമുറയിട്ട് കരയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ ഭർത്താവിന്റെ കൂടെ ഖബറിൽ പോയി കിടക്കുമോ എന്ന് ചോദിച്ചാൽ കിടക്കുമോ? കിടക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശുമാറാവട്ടെ. നബി തങ്ങൾ പറയാ, ഖബറിൽ കൊണ്ടുപോകുമ്പോ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോകണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിന്റെ പ്രിയമുള്ളവരെ, നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഖബറിൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരനുണ്ടല്ലോ, ആരാണ് നബിയേ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, പ്രിയമുള്ള വാപ്പാ, ആരെങ്കിലും ഒരാൾ ഖുർആനിന്റെ പ്രിയമുള്ളവരെ ഓതിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയുകയാ, റമളാന് കടന്നല്ലോ, റമളാന് വിട പറഞ്ഞല്ലോ, റബീഉൽ അവ്വൽ വിട പറയാൻ പോകുകയാ. പ്രിയമുള്ള വാപ്പാ, ഖുർആനൊന്ന് കൈകൊണ്ടെടുത്തിട്ട് എത്ര ദിവസമായി വാപ്പാ? അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കുന്നവരാരാ, അതിനെ ബഹുമാനിക്കുന്നവരാരോ, അവരെന്റെ പ്രിയമുള്ളവരെ ആ ഖബറിൽ കിടക്കുമ്പോ നിങ്ങളുടെ ഖബറിൽ കൂട്ടുകാരനായി കടന്നു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതുന്നവരാരാ? ആ ഖുർആൻ ഖബറിൽ പ്രകാശമായി വരും. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ കൂട്ടുകാരനായി വരുന്നത് ഖുർആനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആൻ ഓതാൻ കഴിയണം, ആ ഖുർആനെ ആദരിക്കാൻ കഴിയണം. എന്നോട് കുറച്ചു നാൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങള് എനിക്ക് എന്റെ വാപ്പിച്ചാന്റെ ഖബറിലേക്ക് ഞാനൊരു ഖത്തും ഓതിയിട്ടുണ്ട് ഉസ്താദേ, നിങ്ങൾ ദുആ രക്കണം, നിങ്ങൾ ദുആ രക്കണം. എന്റെ വാപ്പയുടെ ഖബറിലേക്ക് ഞാൻ ഒരു ഖത്തും ഓതിയിട്ടുണ്ട്, ദുആ രക്കണം. ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, എത്ര മാസങ്ങൾ കൊണ്ടാ ഖത്തുൽ ഖുർആൻ ഓതി തീർത്തേ? ഉസ്താദേ, 4.5 കൊല്ലം കൊണ്ട് ഉസ്താദേ ഞാൻ എന്റെ വാപ്പയുടെ ഖബറിലേക്ക് ഒരു ഖത്തും ഓതിയത്. വാപ്പയുടെ ഖബറിലേക്ക് ഖത്തും ഓതിയത്, ഖുർആൻ മുഴുവനായിട്ട് ഓതിയത് 4.5 കൊല്ലം കൊണ്ടാണെന്ന് ഒരു സഹോദരി പറയുമ്പോൾ അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ആ ഖുർആൻ ആരാണ് ഓതുന്നത്? അവരെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ ഖബറിൽ ആ ഖുർആൻ കൂട്ടായി വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ ഖബർ ഏതാ? നാലാമത്തെ ഖബർ ഏതാ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തിനോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, സഹാബാ, നാലാമത്തെ ഖബറുണ്ടല്ലോ, ഏതെന്നറിയോ? ഖബറിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, അന ബൈതു തുറാബ്,
ഖബറെന്ന് പറയുന്നത് അത് മണ്ണിനാലുള്ള വീടാ വാപ്പാ. ഖബറെന്ന് പറയുന്നത് മണ്ണിനാലുള്ള വീടാ വാപ്പാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിലേക്ക് പോകുമ്പോ ഖബറിൽ എന്റെ പ്രിയമുള്ളവരെ ഒരു വിരിപ്പുണ്ടല്ലോ, കൊണ്ടുപോകാൻ കഴിയേണ്ടതാ. സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, പോകുമ്പോ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് യാ റസൂലല്ലാഹ്? നബി തങ്ങൾ സഹാബത്തിനോട് പറയുകയാ, സഹാബാ, ആരെങ്കിലും ഒരാളെന്റെ പ്രിയമുള്ളവരെ സ്വതക്ക കൊടുത്താൽ, ആരെങ്കിലും ഒരാൾ ദാനധർമ്മം ചെയ്താൽ, ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അവരതാ ഖബറിലുണ്ടല്ലോ ഒരു വിരിപ്പന്റെ പ്രിയമുള്ളവരെ കൊണ്ടുപോകുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, എമ്മമ്മ എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, എല്ലാ വർഷവും ഉണ്ടല്ലോ നബി തങ്ങളുടെ പേരിൽ എന്റെ പ്രിയമുള്ളവരെ മദ്ഹ് പറയുമ്പോ, മദ്ഹ് പാടുമ്പോ ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള വാപ്പമാരോട് പറയുകയാ, ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കാന രൂപ എന്റെ പ്രിയമുള്ളവരെ ചെലവാക്കിക്കൊണ്ട് ഈ സംഘടന എന്റെ പ്രിയമുള്ളവരെ വഅദ നടത്തുമ്പോ, ബുർദ പാടുമ്പോ, റബീഉൽ അവ്വൽ നടത്തുമ്പോ സദഖ കൊടുക്കുന്നവരാരാ? നബി തങ്ങളാ പറയുന്നത്. സദഖ കൊടുക്കുന്നവരെ അല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടല്ലോ ഏതെന്നറിയോ? നബി തങ്ങൾ സഹാബത്തിനോട് പറയുകയാ, അസ്സദഖതു റദ്ദുൽ ബലാ. ആരെങ്കിലും ഒരാളെന്റെ പ്രിയമുള്ളവരെ സദഖ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അപകടങ്ങളുണ്ടല്ലോ, ദുരിതങ്ങളുണ്ടല്ലോ, ദുരന്തങ്ങളുണ്ടല്ലോ, വിപത്തുകളുണ്ടല്ലോ, അല്ലാഹു പടച്ച തമ്പുരാൻ തരൂല ഉമ്മ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, ആരെങ്കിലും ഒരാൾ റബീഉൽ അവ്വലിന് സദഖ കൊടുത്തു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ റബീഉൽ അവ്വലിന് സദഖ കൊടുത്തു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ പള്ളിക്ക് വേണ്ടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലമേതാ? പടച്ചവനെ വിട പറഞ്ഞു കഴിഞ്ഞാൽ, പടച്ചവനെ പള്ളിയിൽ കാട്ടിലേക്ക് മയ്യത്തതാ കൊണ്ടു ചെല്ലുകയാ. വീടിന്റെ ഉമ്മറ പടിയിലേക്ക് എന്റെയും നിങ്ങളുടെയും മയ്യത്തുണ്ടല്ലോ കൊണ്ടുവരികയാ. പടച്ചവനെ ജനാസയതാ കൊണ്ടുവെക്കുമ്പോ വാപ്പയുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, കൂടെ പുറപ്പീങ്ങളുണ്ടല്ലോ, വല്ലാതെ കരയുകയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളോട് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഒരു മയ്യത്തിന് ഏറ്റവും കൂടുതൽ വേദനയെടുക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴാണ് നബിയേ? നബി തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാ, ആയിഷ, ഒരു ജനാസയുണ്ടല്ലോ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ വീടിന്റെ ഉമ്മറപ്പടിയിലൂടെ ഇറക്കുമ്പോ ഒരു ജനാസയ്ക്കുമുണ്ടല്ലോ താങ്ങാൻ കഴിയൂല. ആയിഷ, ആശികധാരമികളുടെ ജനാസയുണ്ടല്ലോ ആലപ്പുഴയുടെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാ. ഇവിടെ ഇരിക്കുന്ന ഉമ്മോ, നിങ്ങളുടെ ജനാസയുണ്ടല്ലോ ആസാദ് നഗറിലെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാ. സർവരുമതാ വല്ലാതെ കരയുകയാ. പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. ഇന്ന് വരെ പള്ളി കാണാത്തവര്, ഇന്ന് വരെ പള്ളിക്കകത്ത് കയറാത്തവര്, നമസ്കരിക്കാത്തവര് പള്ളിയിലേക്ക് ജനാസ കൊണ്ടുവരികയാ. ആരോ വന്ന് മയ്യത്ത് നിസ്കരിക്കുകയാ, ആരോ വന്ന് കടബാധ്യതകൾ ഏറ്റെടുക്കുകയാ. അവിടെ നിന്നതാ പള്ളിക്കാട്ടിലേക്ക് ജനാസയുണ്ടല്ലോ കൊണ്ടുപോകുകയാ. ആരുമില്ലാത്ത ഖബറിലേക്ക് ജനാസയുടെ പ്രിയമുള്ളവര് ചുമന്നുകൊണ്ട് നാട്ടുകാര് കൊണ്ടു ചെല്ലുകയാ. ഖബറിലേക്ക് അതാ മെല്ലെ മെല്ലെ മയ്യത്തിങ്ങനെ ഇറക്കുകയാ, മൂടുപലക വെക്കുകയാ, മണ്ണിങ്ങനെ വാരിയിടുകയാ, ചെടികൾ നടുകയാ, വെള്ളമൊഴിക്കുകയാ, തൽക്കീനോതുകയാ, തസ്ബീഹ് ഓതുകയാ, ദുആ ചെയ്യുകയാ, ഖുർആൻ ഓതുകയാ. എല്ലാവരും പിരിഞ്ഞു പോകുകയാ. എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ടു ഞാനും നിങ്ങളും ഉണ്ടല്ലോ വല്ലാതെ കരയുകയാ. അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, പേടിയാണല്ലോ, ഭയമാണ് അല്ലാ, താങ്ങാൻ കഴിയുന്നില്ല അല്ലാ, വാപ്പയില്ല അല്ലാ, ഉമ്മയില്ല അല്ലാ, പെങ്ങളില്ല അല്ലാ, ഉസ്താദില്ല അല്ലാ, ശിഷ്യന്മാരില്ല അല്ലാ, സഹോദരിമാരില്ല അല്ലാ, ആരുമില്ലാത്ത ഖബറിലുണ്ടല്ലോ ഞാനിങ്ങനെ തനിച്ചാണ് അല്ലാ. പേടിയാണല്ലാ,
പേടിയാണല്ലാ, പേടിയാണല്ലാ, ഖബറിൽ പ്രകാശമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ആസാദ് നഗറില് ചില ഖബർസ്ഥാനില് ചില ഖബറിന്റെ അകത്തന്നെ പ്രിയമുള്ളവര് ചില മയ്യത്തിന്റെ വലത്തെ കൈയുടെ ഭാഗത്തുകൂടി ഒരു പ്രകാശമുണ്ടല്ലോ, വല്ലാതെ കടന്നു വരികയാ. ഒരു പ്രകാശമുണ്ടല്ലോ ഖബറിന്റെ അകത്ത്, വല്ലാതെ കടന്നു വരികയാ. ഞാനും നിങ്ങളും ഉണ്ടല്ലോ. ആ പ്രകാശം ഇങ്ങനെ കടന്നു വരുമ്പോ അത്ഭുതപ്പെടുകയാ. അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അല്ലാ, ഒരുപാട് നന്മകളൊന്നും ചെയ്തില്ല അല്ലാ. ആസാദ് നഗറില് 25 വയസ്സുള്ളവര്, 40 വയസ്സുള്ളവര്, 50 വയസ്സുള്ളവര്, 80 വയസ്സുള്ളവര്, 15 വയസ്സുള്ളവര്, 80 വയസ്സുള്ള വാപ്പാ, ഞാനും നിങ്ങളുമുണ്ടല്ലോ. ഖബറിൽ കിടന്നുകൊണ്ട് പറയുകയാ, ഒരുപാട് നന്മകളുണ്ടല്ലോ, ചെയ്തില്ല അല്ലാ. പിന്നെന്ത് കണ്ടാണ് ഈ ഖബറില് വല്ലാതെ പ്രകാശമുണ്ടല്ലോ, കടന്നു വരാനുള്ള കാരണമുണ്ടല്ലോ, എന്താണ് അല്ലാ? ആ സമയത്ത് മലക്കുകളതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ പള്ളിക്ക് സ്വതക്ക കൊടുത്താൽ, മദ്രസയ്ക്ക് പൈസ കൊടുത്താൽ, ദീനിന് പൈസ കൊടുത്താൽ, റബീഉൽ അവ്വലിന് പൈസ കൊടുത്താൽ, മൗലിദിന് പൈസ കൊടുത്താൽ, സ്വലാത്തിന് പൈസ കൊടുത്താൽ, ആ സ്വലാത്തിന്റെ പവറാണ്, ആ സ്വതക്കയുടെ പവറാണ് ഖബറിലേക്ക് പ്രകാശമായി വരുന്നതെന്ന് പറയുമ്പോ നാദാ അനബൈതു തുറാ, വീടിനാലുള്ള ഖബറില് ഒരു പായന്റെ പ്രിയമുള്ളവരെ വേണമെങ്കിലോ ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാ അവർക്ക് ആ ഖബറില് ഒരു വിരിപ്പുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ ആ ഖബറിന്റെ അകത്ത് ഒരു വിരിപ്പ് ആഗ്രഹിക്കുന്നവരാരാ, അവരെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങള് ഖബറിന്റെ അകത്ത് പോകുമ്പോ സ്വതക്ക കൊടുത്തിട്ട് പോയാൽ അൽഹംദുലില്ലാ ഖബറിന്റെ അകത്ത് നിങ്ങൾക്കൊരു വിരിപ്പുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം